ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉദയാസ്തമന പൂജ ആചാരമല്ലെന്നും വഴിപാട് മാത്രമാണെന്നും ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഏകാദശി ദിവസത്തെ ദർശനം സുഗമമാക്കാൻ വേണ്ടിയാണ് ഉദയാസ്തമന പൂജ നവംബർ 12 നടത്തിയതെന്നാണ് ദേവസ്വത്തിന്റെ നിലപാട്. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഉത്സവം ദേവന് വേണ്ടിയാണെന്നും ഭക്തരുടെ എണ്ണം കൂട്ടാനല്ലെന്നും ഹർജിക്കാരായ തന്ത്രി കുടുംബാംഗങ്ങൾ ഇന്നലെ വാദമുന്നയിച്ചിരുന്നു. ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബാംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് തിരക്ക് കണക്കിലെടുത്തും ശ്രീകോവിൽ അടയ്ക്കാതെ ദർശനം സുഗമമാക്കാൻ വേണ്ടിയാണെന്നുമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലപാട്. ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും ആചാരമല്ലെന്നും തന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. വർഷങ്ങളായി ഏകാദശി നാളിൽ ദർശന സമയത്തിന്റെ 5 മണിക്കൂറോളം ഉദയാസ്തമന പൂജയ്ക്കായി ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് ബദൽ മാർഗം സംബന്ധിച്ച് തന്ത്രിക്ക് മുന്നിൽ ദേവസ്വം അപേക്ഷ മുന്നോട്ട് വെച്ചു. തന്ത്രിയുടെ ആവശ്യപ്രകാരം നടത്തിയ ദേവഹിതം വൃശ്ചിക ഏകാദശി ഉദയാസ്തമന പൂജ തുലാമാസത്തിലേക്ക് മാറ്റുന്നതിന് അനുകൂലമായിരുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വത്തിന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, കൊച്ചി.